ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. വലിയ തിരക്ക് പിടിച്ച ദിവസമൊന്നും അല്ല കേട്ടോ. ഇന്ന് പതുക്കെ എനിക്കെല്ലാം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അബിക്ക് മാത്രം ഫുഡ് ഉണ്ടാക്കിയാൽ മതി. ഇവിടെ ഇന്ന് അടുത്തൊരു 16ന്റെ ചടങ്ങുണ്ട്, ഒരു അമ്മാവ് മരിച്ചതിൻ്റെ. അപ്പം പിന്നെ അങ്ങോട്ട് പോകുന്നത് കൊണ്ട് അബി വരുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. അബിക്ക് ഇപ്പോൾ എങ്ങും TV വന്നതിന് ശേഷം എങ്ങും പോകുന്ന ഇഷ്ടമല്ല. അബി അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ 16 എന്ന് പറഞ്ഞത് ഇവിടെ അടുത്തുള്ള ഒരു അമ്മാമ്മയുടെ ചടങ്ങാണ് കേട്ടോ. ആ അമ്മാമ്മയ്ക്കാണെങ്കിൽ 100 വയസ്സുള്ളപ്പോഴാണ് അവർ മരിക്കുന്നത്. അന്ന് എനിക്ക് അതിശയം തോന്നുന്നു കേട്ടോ. 100 വയസ്സ് വരെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആയുസിൻ്റെ അങ്ങേയറ്റാണല്ലേ. നമ്മളൊക്കെ ഇതിൻ്റെ പകുതി ആകുമ്പോൾ തന്നെ അടിച്ചു പോകുന്നത് എനിക്ക് തോന്നുന്നത്. ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറും ഒന്നുമല്ല ഗൈസ്, ഒരു സവാളയാണ്. ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞുള്ളി ഇല്ലായിരുന്നു. കടുക് വറുക്കാനായിട്ട് ഞാൻ പിന്നെ സവാള ഇട്ടിട്ടാണ് വഴട്ടിയിട്ട് പിന്നെ ഇത് ചമ്മന്തി ഉണ്ടല്ലോ, നമ്മൾ ചമ്മന്തി ഉണ്ടാക്കി പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ പിന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നല്ല മഴ കേട്ടോ. എല്ലായിടത്തും എങ്ങനെയാണ്, മഴയൊക്കെ ഉണ്ടോ? എല്ലായിടത്തും മഴ തന്നെയാണല്ലേ. മഴയും കാറ്റും നല്ല രസമുണ്ട് കേട്ടോ. വെളിയിറങ്ങുന്ന ഭയങ്കര തണുപ്പ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് തണുപ്പാണ് കേട്ടോ. പിന്നെ മഴയും കൂടെ പെയ്യാൻ പറയണ്ടല്ലോ, ഭയങ്കര തണുപ്പാണ്. ഞാൻ അങ്ങനെ മഴയൊക്കെ ആസ്വദിക്കാനായിട്ട് ചുമ്മാ ഫ്രണ്ടിൽ വന്നിരുന്ന കേട്ടോ. അപ്പോൾ നമ്മുടെ പൂച്ചയുണ്ടല്ലോ, പൂച്ച അവിടെ വന്നിരുന്നേ. അവൾ പ്രസവിച്ചേ 3 പിള്ളേരുണ്ട്. നമ്മുടെ വീണ്ടും മേളിൽ വിറകിൻ്റെ കൂട്ടത്തിലാണ് പ്രസവിച്ചിട്ടേക്കുന്നത്, കാണാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ അങ്ങനെ ആലോചിക്കുന്നത് എന്തിനാണെന്നോ, മഴ തോന്നെങ്കിൽ കടയിൽ പോകാമായിരുന്നു. അബിക്ക് വല്ലതും ഉണ്ടാക്കി വെച്ചിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അബി വരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ മാമൻ ഇവിടെ ഒരു ആടിനെയും കണ്ട് അവിടെയും കണ്ടൊക്കെ അറുത്ത് കേട്ടോ. അപ്പോൾ പിന്നെ മാമനാണെങ്കിൽ എന്നോട് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട അമ്മ, വേണ്ടെന്ന് പറഞ്ഞു. മാമൻ പറഞ്ഞു നീ എന്തായാലും വാങ്ങിച്ച് വെച്ചേക്ക്, ഇവിടെ വാങ്ങിയാലും എനിക്ക് അത്ര ഇഷ്ടമൊന്നും അല്ല കേട്ടോ. പിന്നെ മാമൻ പിന്നെ നിർബന്ധിച്ചപ്പോൾ പിന്നെ ഞാൻ അങ്ങ് വാങ്ങി വെച്ചു. മാമൻ ഇന്നലെ തന്നെ കൊണ്ടുവന്നു. ഇന്നലെ ഞാൻ വെക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് ഫ്രിഡ്ജിൽ ഞാൻ ഉണ്ടാക്കി വെച്ചത്. എന്തായാലും ഒരുമിച്ചെടുത്താൽ ഇവിടെ പിള്ളേരൊന്നും അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ ഈ സംഭവം. ഞാനും 2-3 തവണ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും വെച്ചു നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത് കേട്ടോ. ചേട്ടൻ ഉണ്ടായിരുന്നപ്പോഴാണ് നമ്മളിത് വാങ്ങുന്നത്. അപ്പോൾ പിന്നെ ചേട്ടൻ കുക്ക് ചെയ്തോളും, ചേട്ടൻ അറിയാമല്ലോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത്. ഞാൻ ചെറിയ ഉള്ളിയും ഈ മഞ്ഞപ്പൊടിയും ഗരം മസാലയൊക്കെ ഇട്ടിട്ട് ആദ്യം ഒന്ന് കുക്കറിൽ ഒരു 4-5 വിസിൽ. ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിനിടയ്ക്ക് ഞാൻ കടയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ ഉണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല. ഞാൻ കടയിൽ പോയിട്ട് വന്നായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളിവിടെ പറഞ്ഞു നിർത്തി. അപ്പോൾ ഈ സംഭവങ്ങൾ കുരുമുളകും കൂടെ ഇടണം കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് വേണ്ടതെന്ന് വെച്ചാൽ കുരുമുളകാണ്. അപ്പോൾ പിന്നെ അതും കൂടെ ഇട്ടിട്ട് വിസിലടുപ്പിച്ച് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ സവാള 2 കുനുകുനാന്ന് നമ്മൾ അരിഞ്ഞെടുക്കണേ. അങ്ങനെ പിന്നെ അതായപ്പോൾ ഞാൻ പിന്നെ സവാളയൊക്കെ കുനുകുനാ നമ്മൾ അരിഞ്ഞെടുത്തല്ലോ. പിന്നെ പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് വറുത്തു. പിന്നെ അതിലോട്ട് സവാള എല്ലാം കൂടി തട്ടിയിട്ടതിന് ശേഷം നമ്മുടെ സവാള അങ്ങ് വഴട്ടിയെടുത്തു കേട്ടോ. വഴട്ടുക എന്ന് പറഞ്ഞാൽ നല്ല പോലെ അങ്ങ് വഴട്ടിയെടുത്തു. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ കുറേ ഉപ്പങ്ങ് തട്ടിയിട്ട് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് എനിക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങ് ഉപ്പ് തട്ടിയിട്ടു. പിന്നെ നമ്മളെ സവാളയിലല്ലോ തക്കാളി ഉണ്ടല്ലോ, അത് പിന്നെ കുനുകുനാന്നല്ല അരിഞ്ഞിട്ടത്, സ്ലൈസ് ചെയ്ത് അങ്ങ് അരിഞ്ഞിടണേ. ഇതിലോട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുണ്ടല്ലോ, അതങ്ങോട്ട് ഉള്ളവർ റെഡിമെയ്ഡ് വാങ്ങുന്നവർ അങ്ങനെ ഇടുക, അല്ലെങ്കിൽ പൊടിച്ചോ ചതച്ചോ എങ്ങനെയെങ്കിലും. അതിനുശേഷം വീണ്ടും വഴട്ടിയതിന് ശേഷം ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അതൊഴിച്ച് ഒന്ന് ഗ്രേവി ആക്കിയതിന് ശേഷം നമ്മുടെ ഈ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ മട്ടൻ ഉണ്ടല്ലോ, അതെടുത്ത് അങ്ങനെ ഇടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഗൈസ്, പിന്നെ 2-3 ഇളക്കിളക്കുമ്പോൾ നമ്മുടെ മട്ടൻ കറി റെഡി. ഇതാണ് മട്ടൻ കറി. പിന്നെ നമ്മൾ കുറച്ച് ഡെക്കറേഷൻ സംഭവങ്ങൾക്ക് വേണ്ടി, ഡെക്കറേഷനല്ല കുറച്ച് ടേസ്റ്റിന് വേണ്ടി കുരുമുളക്. ഞാനും അപ്പോഴത്തേനും പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ സദ്യ ആയിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഇത് റൈസ് കുറച്ച് വെച്ചിട്ടാണ് പോയത് കുക്കറിൽ. അത് പിന്നെ ആയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അബിക്ക് വന്നപ്പോൾ ഞാൻ എടുത്തങ്ങ് കൊടുത്തേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.